അല്ലെങ്കിലും അഫീഫിന്റെ മേത്തേക്ക് ഒരു സീലിംഗ് ഒക്കെ ഒന്ന് പൊളിഞ്ഞാടണം. ഓന് റിസ്ക് ഇല്ലാതെ ജീവിക്കുന്ന ആളാണ്. ഇതാ കണ്ടോ അഫീഫിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? +2 അഫീഫിന്റെ ഇത്രയുള്ള അഫീഫിന്റെ ജീവിതം. അഫീഫ് എന്താ സംഭവം ചോദിച്ചാൽ ഇത് കാണിച്ചു കൊടുത്താൽ മതി എല്ലാവരും. ഇതാണ് അവന്റെ ജീവിതം. എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. എല്ലാവരും കണ്ടോളി, എൻജോയ് ചെയ്ത് നടക്കുക. ഏട്ടന്മാരുടെ ചിലവിൽ പണികളൊന്നുമില്ല. പക്ഷെ പഠിച്ചിട്ടുണ്ട്. മറ്റ് സമ്മാനങ്ങൾ വാങ്ങി വിലപിടിപ്പുള്ള ഏട്ടന്മാർ നൽകുന്ന സമ്മാനങ്ങൾ സ്വീകരിച്ച് അതൊക്കെ ഉപയോഗിച്ച് മറ്റേ ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഗെയിമിംഗ് സെറ്റപ്പ് വീട്ടിൽ വെച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗെയിം കളിച്ച് വൈകുന്നേരം ശവായ തിന്നിട്ട് വേൾഡ് കപ്പ് കണ്ട് കടന്നുറങ്ങുക. +2 കഴിഞ്ഞിട്ട് എന്തിന് പോണെന്ന് പോലും എന്തിന് ഐഫോണിൻ്റെ അതായത് ഒന്ന് നീച്ചപ്പോൾ അറിയോ? വൈകുന്നേരം 5 മണിക്ക് ഞാൻ വ്ളോഗ് എടുക്കാൻ പോലെ ഞാൻ ഉറങ്ങും, നിങ്ങൾ പോയി പോരി. ഇന്ന് രാത്രി കളി കാണാനാണ്. ഇന്ന് രാത്രി ഇന്നോ? നോർവേനോട് ആണോ? ഇത് ഡക്കാത്തലോണല്ലേ? ഇത് മാറ്റാനേക്കണ ഇങ്ങനത്തെ വേറെ എടുക്ക്. നീലൊക്കെ പോയിക്കണേ. ഞാൻ അപ്പൊ അതേ ഇടലുള്ളൂ. ഞാൻ ആകെ എന്താ ലൈഫിലിടുന്ന അറിയോ? ഇന്റെ അടുത്തുണ്ട് 1000കണക്കിന് ഡ്രസ്സുകൾ എൻ്റെ അടുത്തുണ്ട്. ഈ ഒരു 2 ട്രൗസറും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു 4 ഷർട്ടും ഉണ്ട്. ഇതിന് 300 റുപ്യ ഉള്ളൂ. ഇതിന് 300 റുപ്യ, ട്രൗസറിന് 260 റുപ്യ എന്തോ ഉള്ളൂ. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ മാറി മാറി. പോർച്ചുഗൽ നാളെ അവസാനത്തെ കളിയാണ്ടോ പോർച്ചുഗലിന്റെ? അതേട്ടാ സ്പെയിനോടാണ്. ഇത് പെരീക്കടിക്ക് നാളെ. ആദ്യം കൊണ്ടുപോയിച്ചോ? അതുകൊണ്ടോ ഫീഫിന്റെ റോഡിന്റെ മൈക്കാട്ടെ. എനിക്ക് പറയണ എന്താ വെച്ചാല് ഇങ്ങളെ ഗോളി ഇങ്ങളെ ഡിഫൻസ് നാളെ അടിപൊളി ആവുകയാണെന്നുണ്ടെങ്കിൽ ഗോളി ഉഷാറാണ്. ഇങ്ങളെ ഡിഫൻസും ഇങ്ങളെ മിഡും ആണ് ഇങ്ങളെ സൈഡിൽ നിന്ന് കളി വരുന്നത്. പിന്നെ ഫിനിഷിങ് അതായത് നിങ്ങളുടെ ടീമിൽ 3 പോരായ്മയും കണ്ടത്. ഒന്ന് ഡിഫൻസ് അന്തംപടലാണ്. പാസ്സൊക്കെ ഇടുമ്പോൾ കുറേ സ്പേസ് ഉണ്ട്, പ്രസ് ചെയ്യണില്ല. പിന്നെ അതെ ബാക്ക് പാസ് വൻ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഞാൻ കളി കണ്ടതിൽ വെച്ച് മാറ്റണം, ഫുള്ള് മാറ്റണം. പഴയ ടാക്ടിക്സ് ഇറങ്ങിയിട്ട് കാലില്ല. ഈ ഫിനിഷിങ്ങോ അതിന് മാത്രം ഫിനിഷിംഗ് ഒന്നുമില്ല, ഒരു മീഡിയം ഫിനിഷിംഗ് ആണ് വേണ്ടത്. ബോളൊക്കെ വരുന്നുണ്ട്, കുറെ ബോൾ നിങ്ങൾ ഫിനിഷ് ചെയ്യണില്ല കൊണ്ടെങ്ങാണ്ട് അവിടെ കൊണ്ട്. ഇഫ്ര ആയിക്കൂടെ പോവല്ലോ കേട്ടോ. മാറുന്ന കുട്ടിയെ ഇങ്ങോട്ട് പോന്നളാ. 12 ഇഫ്ര ഇങ്ങോട്ട് പോന്നളാ. പ്ലക്കിംഗ് അറിയും. 10 പിടിച്ച അമ്മ എന്നോട് പറഞ്ഞത് ഒരു ബ്രോസ് ഒരു സമനപ്പാണ്. ഇപ്പൊ എത്ര കിട്ടി? 10 കിട്ടി. 10 കോട്ടെടുത്ത് പിന്നെ നിർത്തിയാ. ഞാൻ എന്റെ കോട്ടയപ്പോ കാലുമ്പ് തട്ടണ്ട റംസോക്ക. പിടിച്ചാൻ ഊറ്റം സ്വയം കൊടു. ഇവിടുത്തെ എലിന്റെ മോച്ചായ എനിക്കറിയും. എലിന്റെ മോച്ചായോ? ഈച്ചോ നമ്മളെ കൊറേ സാധനങ്ങളൊക്കെ എവിടെയാന്നുള്ളത്. ബാഗും ഇതാ എലൈറ്റ് 100% അതിൻ്റെ അതാ ഓണ് അതിലുണ്ട്. ഇനി ISO ഡേറ്റ് കഴിഞ്ഞാ നല്ല വില ഉണ്ടായിന്. പെരും വിലയാ. രാധേട്ടാ കുതിരക്ക് കൊടുക്ക. അമൃതപ്പൊടിയാണ്. കുതിരക്ക് കലക്കി കൊടുത്താൽ മതി രാധേട്ടാ. കെണി അടിക്കണ്ട. രാധേട്ടൻ കുടിച്ചില്ലേ രാധേട്ടാ? പ്ലീസ് രാധേട്ടൻ കുടിക്കരുത്. ഗ്രാമം കുറച്ചും ചെയ്തു. എല്ലാത്തിനും എന്തിനാ വില കൂടാതെ? ആപ്പിൾ പ്രൊഡക്ട്സിന് ഫുള്ള് വില കൂടി, പ്രോട്ടീൻ പ്രൊഡക്ട്സിന് ഫുള്ള് വില കൂടി. അടുത്ത മാസം മുതൽ ഐഫോൺ 30,000 കൂടണോ? ഐഫോണിന് ഫോണുമ്പോ 30,000 റുപ്യ. 160 ലാപ്ടോപ്പ് 2 ഗിഫ്റ്റ് കൊടുക്കാമല്ലോ. ഒക്കെ നേരത്തെ കൊടുത്തു, നന്നായി. ഗിവ് അവേകളുടെ ഒക്കെ വാല്യൂ കൂടും കേട്ടോ. പണ്ടത്തെ ഐഫോൺ 1,00,000 റുപ്യ ആവില്ല. 130, 150. അപ്പോൾ ഇനി വയറിങ്ങിൻ്റെ പരിപാടിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാം.
വയറിങ് നമുക്ക് തന്നത് ഫുള്ള് വിൽബെക്സ് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് തൃശ്ശൂരിൽ. അപ്പോൾ അവിടെ നമ്മൾ അവരുടെ ഫാക്ടറി പോയി അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ നമ്മളെ പോലെ തന്നെ നമ്മൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരു വയറിൻ്റെ ഫാക്ടറിക്ക് പോകുന്നത്. അതുപോലെ തന്നെ വയറിൻ്റെ ഫാക്ടറി കാണാതെ അവിടുത്തെ വിശേഷങ്ങൾ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്രയും കമ്പനീസിൻ്റെ ഇടയിൽ വി ചൂസ് വിൽബെക്സ് എന്നുള്ളതിൻ്റെ ഉത്തരങ്ങളും കാര്യങ്ങളും വരുന്ന വീഡിയോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് പോയേക്കാം. ഹായ്. അപ്പോൾ ഞാനും ബാസിലും ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂരാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്ലൈറ്റ് ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോണ വഴിക്കാണ് നമ്മളിവിടെ കയറിയിട്ടുള്ളത്. നമുക്ക് ഇന്നൊരു അത്യാവശ്യം ഇവിടെ കയറലുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുവന്നിട്ടുള്ളത് വീടിൻ്റെ വീഡിയോസാവും, വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസാവും. അപ്പോൾ നമുക്ക് ഇനി ഉള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വയറിങ് പരിപാടിയാണ്. ഓരോ പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എന്തൊക്കെ കഴിഞ്ഞു? വയറിങ് വരെയല്ല എല്ലാ പരിപാടിയും കഴിഞ്ഞു. എന്തൊക്കെ കഴിഞ്ഞു? ഇഞ്ചൊരു വരപ്പണി നടത്തിയ ആളാണല്ലോ. എന്തൊക്കെ കഴിഞ്ഞേക്കും? തറകെട്ടല് പിന്നെ നമുക്ക് ആദ്യമുണ്ട് ഇല്ലാത്ത കുറച്ച് തറ എക്സ്ട്രാ കിട്ടി. പിന്നെ കെട്ടിപ്പടുത്തു പിന്നെ തേച്ചില്ല. വയറ് ഇട്ടാലേ തേക്കല്ലുള്ളൂ. പുറം ഭാഗം വയറിടാത്ത ഭാഗങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞു. പിന്നെ പൈപ്പ് ഇട്ട് പിന്നെ അല്ലറ ചില്ലറ വാർക്കാനുള്ള സ്ഥലങ്ങളൊക്കെ മേലെ ഭാഗം വാർത്തു, ഗ്രില്ലിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ മെയിൻ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനെന്താ പറയാ വയറിങ്. അപ്പൊ വയറിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കണ്ടിട്ടുള്ള, അതേപോലെ തന്നെ നമ്മളെ വയറിങ് ചെയ്യണിക്ക് നമ്മളോട് സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്ത ഒരു ടീമായിരുന്നു ഇതാ വിൽബെക്സ്. തൃശ്ശൂരുള്ള ബ്രാൻഡാണ്. എല്ലാവർക്കും ഒരുവിധം ഈയിടെയായിട്ട് വീട് വെച്ച എല്ലാവർക്കും അറിയണ ഒരു ബ്രാൻഡ് തന്നെ ആയിരിക്കും വിൽബെക്സ് എന്നുള്ളത്. കാരണം ഞാൻ ഒരുപാട് റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള വയേഴ്സാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലുപരി ഇവർക്ക് വലിയൊരു ജേണി പറയണ്ട. അതായത് ഈ കാണുന്ന സ്ഥലം ഫുള്ള് എന്ന് പറഞ്ഞാൽ കേട്ടോ കുഴപ്പമില്ല. ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല. 2018 ഫ്ലഡിൻ്റെ ടൈമിൽ ഈ കാണുന്ന ഏരിയ ഫുള്ള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 കോടിൻ്റെ മേലെ നഷ്ടം വന്നിട്ട് ഫുൾ സാധനങ്ങൾ മുങ്ങിപ്പോയതാണ്. അതായത് വെള്ളം നിറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഫാക്ടറി സാധനങ്ങൾ, ഓരോ പ്രൊഡക്ട്സ് സാധനങ്ങൾ, അതിൻ്റെ പുറമെ തന്നെ മെഷീനറീസ്, പേപ്പേഴ്സ്, കാര്യങ്ങൾ, ഇവരെല്ലാ രേഖകളും നഷ്ടപ്പെട്ടിട്ട് അതിന് ശേഷം ഇപ്പോൾ ഇൻഷുറിന് പോലും അങ്ങനെ വലിയ ഹെൽപ്പ് കിട്ടാഞ്ഞിട്ട് അതിന് ശേഷം ലോണ് കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വലിയൊരു കംബാക്കിൻ്റെ സ്റ്റോറി വിൽബെക്സിന് പറയാനുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് ഒച്ചിമുളിയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഫുൾ ഒച്ചിമുളിയാണ്.